ഹായ്, സർവീസ് ഡെസ്ക് എന്ന നമ്മുടെ റിപ്പയർ കോൾ സർവീസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൻ്റെ പുതിയ 2 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ളതാണ് ചെറിയൊരു വീഡിയോ. ഇതിലുള്ള ഇത്തരം കാര്യങ്ങൾ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നതാണ് ടു വാറണ്ടി ടു ഔട്ട്സോഴ്സ് എന്നുള്ള ഈ 2 ഓപ്ഷനുകൾ. ടു വാറണ്ടി ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാറണ്ടിക്ക് വേണ്ടി ഐറ്റം സെൻഡ് ചെയ്യുന്നതിൻ്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇവിടെ സെൻഡ് ഡേറ്റ്, കസ്റ്റമറുടെ പേര്, കസ്റ്റമർ അഡ്രസ്സ്, സർവീസ് സെൻ്ററിൻ്റെ പേര്, സെൻറ്റർ അഡ്രസ്സ്, ഐറ്റം സീരിയൽ നമ്പർ, റിമാർക്ക്, ട്രാക്കിംഗ് ഐ ഡി നമ്മളെ കൊറിയറിൻ്റെ ട്രാക്കിംഗ് നമ്പറാണ്, ഉണ്ടെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇൻഫർമേഷൻ ഫ്രം സർവീസ് സെൻറ്റർ എന്നുള്ള കോളത്തിൽ അവിടെ നിന്നുള്ള റിപ്ലൈ എന്താണെന്നുള്ളത്, ഐറ്റം റെഡിയായോ അല്ലെങ്കിൽ കിട്ടിയോ തിരിച്ചയച്ചോ എന്നൊക്കെയുള്ള റിമാർക്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ട്രാക്കിംഗ് നമ്പർ ഫ്രം സർവീസ് സെൻറ്റർ എന്നുള്ള കോളത്തിൽ അവർ തിരിച്ചയക്കുമ്പോൾ ഉള്ള ട്രാക്കിംഗ് നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഐറ്റം റിസീവ്ഡ് ആഫ്റ്റർ സർവീസ്, നമുക്ക് ഐറ്റം കിട്ടാനുണ്ടോ അതോ റിസീവ് ചെയ്തെന്നുള്ളതാണ്. റിസീവ് ചെയ്തെങ്കിൽ റിസീവ് ഡേറ്റ് കൊടുക്കുക. ന്യൂ സീരിയൽ നമ്പർ എന്നുള്ളത് മിക്കവാറും പോയിട്ട് പുതിയ പ്രൊഡക്റ്റ് ആയിരിക്കും വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ സീരിയൽ നമ്പറും ചേഞ്ച് ആയിട്ടുണ്ടാകും. അങ്ങനെയെങ്കിൽ പുതിയ സീരിയൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ശേഷം അപ്ഡേറ്റ് കൊടുക്കുക. ഇനി നമുക്ക് സർവീസറിൻ്റെ നെയിം വെച്ചിട്ട് നമുക്കിവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സർവീസറിൻ്റെ പേരടിച്ച് ഗോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഏതൊക്കെ സർവീസുകൾ നമുക്ക് കിട്ടി ഇനി കിട്ടാനുണ്ട് എന്നൊക്കെയുള്ള നമുക്കവിടെ കാണിക്കും. അതുകൂടാതെ ഐറ്റം സീരിയൽ നമ്പർ വെച്ചിട്ട് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഐറ്റം സീരിയൽ നമ്പർ മാത്രമേ നമുക്കറിയുള്ളെങ്കിൽ അത് വെച്ചിട്ട് ഗോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സീരിയൽ നമ്പറുള്ള ഐറ്റംസ് എല്ലാം അവിടെ കാണിക്കും. പിന്നെ സെർച്ച് ബൈ പെൻഡിങ് ഓർ റിസീവ്ഡ് എന്നുള്ള സ്റ്റാറ്റസ് വെച്ചിട്ട് സെർച്ച് ചെയ്യാനാണ്. ഞാനിവിടെ റിസീവ്ഡ് എന്ന് കൊടുത്തിട്ട് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇതുവരെ പോയ എല്ലാ സർവീസ് സെൻ്ററിനുമായിട്ട് ഇതുവരെ നമുക്ക് റിസീവ് ആയിട്ടുള്ള ഐറ്റംസ് അവിടെ ലിസ്റ്റ് ചെയ്യും. ഇനി പെൻഡിങ് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഇനി നമുക്ക് കിട്ടാനുള്ള ഐറ്റംസ് കൂടി അവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി അത് കൂടാതെ വേറെ ഓപ്ഷനുണ്ട്, 2 ഡേറ്റ് വെച്ചിട്ട് അതിനിടയിലുള്ള സർവീസുകൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ 2 ഡേറ്റ് ഫ്രം ടു ഡേറ്റ് കൊടുക്കുന്നു. അതിനുശേഷം ഈ ഡേറ്റ് വൈസ് റിപ്പോർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ കറണ്ട് കൊടുക്കുന്ന ഡേറ്റിന് ഇടയിലുള്ള കിട്ടിയതും വരാനുള്ളതുമായ ഐറ്റംസ് അതിനകത്ത് കാണിക്കും. അതിനുശേഷം എക്സിറ്റ് അടിച്ചാൽ തിരിച്ചും പഴയ സർവീസ് ഡെസ്കിൻ്റെ വിൻഡോയിലോട്ട് പോകുന്നതാണ്. ഇനി വന്നിരിക്കുന്ന ടു ഔട്ട്സോഴ്സ് എന്നുള്ള ബട്ടണാണ്. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ചിപ്പ് ലെവൽ സർവീസിനൊക്കെ ആയിട്ട് നമ്മൾ മറ്റ് സർവീസ് സെൻ്ററിലേക്ക് വർക്ക് ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജോബ് കോഡ് അടിക്കുക, വർക്ക് കൊടുത്ത ഡേറ്റ്, കസ്റ്റമർ നെയിം, കസ്റ്റമർ അഡ്രസ്, സർവീസിൻ്റെ പേര്, സെൻറ്റർ അഡ്രസ്, ഐറ്റം, മേക്ക്, മോഡൽ, സീരിയൽ നമ്പർ, ആക്സസറീസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്, കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത്. ഇൻഫർമേഷൻ ഫ്രം സർവീസ് സെൻറ്റർ എന്നുള്ള കോളത്തിൽ നമുക്ക് അവിടെ നിന്ന് തരുന്ന റിപ്ലൈ, ഫസ്റ്റ് ഇൻസ്പെക്ഷൻ ശേഷം അവർ പറയുന്ന റിപ്ലൈ ആണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അവർ പറയണം പാർട്ട് വരാനുണ്ട്, അല്ലെങ്കിൽ ചെക്ക് ചെയ്യണം, കൂടുതൽ സമയം വേണം, അങ്ങനെയൊക്കെ ഉള്ള റിപ്ലൈസ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അവർ റിമാർക്സ് എന്നുള്ളതിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും റിമാർക്കുകൾ അവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. റിപ്പയർ സ്റ്റാറ്റസ് എന്ന കോളത്തിൽ ഐറ്റം റിപ്പയർ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആണ് മാർക്ക് ചെയ്യുന്നത്. ഐറ്റം റിസീവ്ഡ് എന്നുള്ളത് നമുക്ക് ഐറ്റം അവർ കിട്ടാനുണ്ടോ അതോ നമുക്ക് കിട്ടിയോ എന്നുള്ളതാണ്. റിസീവ് ചെയ്യുകയാണെങ്കിൽ റിസീവ് ഡേറ്റ് കൂടെ അവിടെ കൊടുക്കുക. സർവീസ് ചാർജ് എത്രയെന്നുള്ളത്. പേയ്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ള കോളത്തിൽ പേ ചെയ്തോ അല്ലെങ്കിൽ നോട്ട് പെയ്ഡ് ആണെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പേ ചെയ്തെങ്കിൽ പേയ്മെൻറ്റ് ഡേറ്റ് കൂടെ കൊടുക്കാം. ശേഷം അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ റെക്കോർഡ് അവിടെ സേവ് ആയിട്ടുണ്ടാവും. ഇതിലും മുമ്പ് പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യാനുണ്ട്. പുതിയ റെക്കോർഡ്സ് വേണമെങ്കിൽ ആഡ് ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അതേപോലെ സർവീസറിൻ്റെ പേര് വെച്ച് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. സർവീസറിൻ്റെ പേര് ടൈപ്പ് ചെയ്യുന്നു, ഗോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സർവീസ് സെൻ്ററിൽ നമുക്ക് കിട്ടിയതും കിട്ടാനുള്ളതുമായ ഐറ്റംസ് അവിടെ ലിസ്റ്റ് ചെയ്യും. അതേപോലെ ജോബ് കോഡ് വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതുകൂടാതെ മുമ്പ് പറഞ്ഞ പോലെ റിസീവ്ഡ് ഓർ പെൻഡിങ് സ്റ്റാറ്റസ് വെച്ചിട്ട് നമുക്കിനി എത്ര എണ്ണം പെൻഡിങ് ഉണ്ട് എന്ന് നോക്കാം. ടൈപ്പ് ചെയ്യുന്നു, ഇവിടെ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെൻഡിങ് ആയിട്ടുള്ള ഇപ്പോൾ ഒന്നുമില്ല എന്നാണ് കാണിക്കുന്നത്. ഇനി റിസീവ്ഡ് എന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ഇത്ര ഐറ്റംസ് റിസീവ് ആയിട്ടുണ്ടെന്ന് അവിടെ കാണിക്കുന്നുണ്ട്. അതിനായിട്ടുള്ള ടോട്ടൽ എമൗണ്ടും അവിടെ അടിയിൽ വരുന്നുണ്ട്. വീണ്ടും സെർച്ചിന് ശേഷം നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യുകയാണെങ്കിൽ പഴയപടിയായി കിട്ടും. 2 ഡേറ്റിനിടയിലുള്ള സർവീസുകൾ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. 2 ഡേറ്റ് കൊടുക്കുന്നു. അതിന് ശേഷം ഡേറ്റ് വൈസ് റിപ്പോർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡേറ്റിനിടയിലുള്ള വർക്കുകൾ നമുക്കവിടെ കാണിക്കാൻ സാധിക്കും. വീണ്ടും എക്സിമെങ്കിൽ
പഴയ വിൻഡോയിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ആവശ്യമുള്ളവർ നിങ്ങളുടെ സർവീസ് പേഴ്സണെ കോൺടാക്ട് ചെയ്യുക. സോഫ്റ്റ്വെയർ പുതിയതായിട്ട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം, അതിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ.